ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ കൂട്ടായ്മയായി താങ്കൾ കാണുന്നതെന്ന് അറിയത്തില്ല. ഓരോ സ്റ്റേറ്റിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന ജനാധിപത്യ വിരുദ്ധമാകുന്നതെന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, അമിത്ഷാ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും നഷ്ടം സംഭവിക്കില്ല എന്ന്. ഒരു നടപടികളും തുടങ്ങാത്ത കാര്യത്തിലാണോ അമിത്ഷാ അത്തരം ഒരു പരാമർശം നടത്തുക? അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് സെൻസസ് നടക്കണം. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വിരുദ്ധത എങ്ങനെയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ. അങ്ങനെയാണല്ലോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന പ്രധാനപ്പെട്ട ഇന്ത്യ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ജനങ്ങളുടെ സർവീസിന് അനുഗുണമായിട്ടുള്ള ജനപ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട്. 1972 543 നമ്മളുടെ ജനപ്രാതിനിധ്യം പാർലമെന്റിനകത്ത്. അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 56 കോടിയാണ്. ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യ 144 കോടിയാണ്. 144 കോടിയുള്ള സമയത്തും നമ്മൾ ഈ പറയുന്ന 1972 543 നിൽക്കുന്നു എന്നതിന്റെ ഔചിത്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവരുടെ ആശങ്ക, അമിത്ഷാ ആദ്യം പറഞ്ഞില്ല, ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരു വകുപ്പുമില്ല. ഇതിനകത്ത് സൗത്ത് ഇന്ത്യയുടെയോ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ പറഞ്ഞു സൗത്ത് ഇന്ത്യയുടെ സീറ്റ് കുറയുമെന്നാണ്. സൗത്ത് ഇന്ത്യയുടെ സീറ്റ് മാത്രമല്ലല്ലോ പറയുക, സീറ്റുകൾ മാത്രം കുറയുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജനസംഖ്യ നയവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്ന സംസ്ഥാനങ്ങൾക്ക്, അത് ഈ രാജ്യത്ത് അതിന്റെ സ്ഥാനം എവിടെയാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാന ആശങ്ക. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ 2011 കേരളത്തിലെ പഞ്ചായത്ത് തലത്തിലുള്ള അടിസ്ഥാനത്തിൽ നടന്ന വാർഡ് വിഭജനങ്ങൾ എന്തടിസ്ഥാനത്തിലായിരുന്നു നടന്നത്? അതും കൂടി നിങ്ങൾ പറയണല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭയായിക്കോട്ടെ, പഞ്ചായത്ത് തലമായിക്കോട്ടെ, അതൊക്കെ ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മൾ നോക്കണമല്ലോ. 2011 കേരളത്തിലെ ഈ പഞ്ചായത്തുകളുടെ വിഭജനമായിക്കോട്ടെ, വാർഡ് വിഭജനമായിക്കോട്ടെ, എന്തടിസ്ഥാനത്തിലായിരുന്നു? ജനസംഖ്യ തന്നെയായിരുന്നു മാനദണ്ഡം. അങ്ങനെ സംസ്ഥാന സർക്കാരിന് ജനസംഖ്യാ മാനദണ്ഡമാക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് ജനസംഖ്യാ മാനദണ്ഡം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. 1972 എല്ലാ കാലഘട്ടത്തിലും എന്റെയും എന്റെ മക്കളോടും മരുമക്കൾക്കും ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും അധികാരവും കിട്ടാൻ വേണ്ടിയുണ്ടായ ഒരു മാന്ത്രിക സംഖ്യയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കുടിലാണ് ഈ 543 നിൽക്കുന്നത് ഈ രാജ്യം. അതിൽ നിന്ന് മാറ്റം വേണ്ടേ? ഈ രാജ്യം 150 കോടി ജനസംഖ്യയിലേക്ക് മാറുന്ന സമയത്ത് ജനപ്രാതിനിധ്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ അവലോകനം നടത്തുന്ന സമയത്ത് നേരത്തെ ഗോവൻ സാറ് സൂചിപ്പിച്ചു, ആകെ 1 ലക്ഷത്തോളം ആളുകളുള്ള ലക്ഷദ്വീപിലും 20 ലക്ഷത്തോളമുള്ള 33 ലക്ഷമുള്ള ആളുകളുള്ള ഒരു സ്ഥലത്തും ഒരു MP ആണുള്ളത്. അവിടെ ഇടപെടേണ്ടതില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് 2002 ഭേദഗതി ഉണ്ട്. ആ ഭേദഗതി ഉറപ്പുവരുത്തേണ്ടത് 2026 അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരു സംസ്ഥാനത്തിന് പോലും അവരുടെ നിലവിലുള്ള സീറ്റുകൾ നഷ്ടമാകില്ല എന്നുള്ള ഉറപ്പ് അമിത്ഷാ കൊടുത്തിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആശങ്ക? അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രണം നടത്തിയത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത് പാടില്ല എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? ജനസംഖ്യാ നിയന്ത്രണം എന്നത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത് ആരാണ്? കേന്ദ്ര സംവിധാനം തന്നെയാണല്ലോ. കേന്ദ്രം തന്നെയാണല്ലോ അത്ര ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോ അതനുസരിച്ച് ആ നിർദ്ദേശങ്ങൾ പാലിച്ച സംസ്ഥാനങ്ങൾക്കാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് നടപടികൾ എടുത്ത, ജനസംഖ്യാ നയത്തിന് അനുകൂലമായി എല്ലാ തരത്തിലും പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾക്കാണ് ഈ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അനുസരിക്കാത്ത സംസ്ഥാനങ്ങൾ, അത് ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അത് മെച്ചമായി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നമ്മൾക്കറിയാമല്ലോ ജനസംഖ്യാ നിയന്ത്രണം എന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ച് എത്രമാത്രം അടിയന്തരമാണ്, എത്രമാത്രം ആവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം തന്നെ പാലിച്ച സംസ്ഥാനങ്ങൾക്ക് അതുമൂലം ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുകയും അത് പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. കേരളത്തിൽ വിഭജനം സംഭവിക്കുമ്പോൾ കേരളം മൊത്തത്തിൽ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ സത്ത ആ രീതിയിൽ ഉൾക്കൊണ്ട ഇടമാണ്. നമ്മുടെ രാജ്യത്തെ മൊത്തം എടുക്കുമ്പോൾ അതല്ല പല സ്റ്റേറ്റുകളിലെയും സാഹചര്യം. അല്ല, ഈ ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് 1972 ഉണ്ട് മേഡം. 1972 നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തികളാണ്. 1972 തന്നെ ഈ 543 സംഖ്യ മാറേണ്ടതായിരുന്നു. അന്നത് ചെയ്തില്ല. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കുടില ബുദ്ധിയാണ് ഈ 543 നിൽക്കാൻ കാരണം. അതിന്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ പറയുന്ന 2025 നമ്മൾ അനുഭവിക്കുന്നതെന്നുള്ള വസ്തുത. പിന്നെ ഈ ജനസംഖ്യയുടെ നിയന്ത്രണം പറ്റി പറയാൻ ഈ സ്റ്റാലിന്റെയും കരുണാനിധിയുടെയും ഫാമിലിക്ക് എന്ത് അർഹതയാണുള്ളത്?
അവരുടെ ഫാമിലിയിൽ തന്നെ ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണല്ലോ അവർ തമിഴ്നാടിന്റെ മൊത്തത്തിലെ കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചില വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ കേന്ദ്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ഞങ്ങൾ അനുസരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നമൊന്നുമല്ല. ഇത് 1972 ജനസംഖ്യ ആനുപാതികമായിരുന്നില്ല. അവിടെ ഇന്ദിരാഗാന്ധിയും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുള്ള തെറ്റാണ്. ആ തെറ്റിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 150 കോടി ജനങ്ങളിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് ക്രമാനുഗതമായിട്ടുള്ള സീറ്റുകളുടെ വർധന ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പ്രാദേശികവാദം പറയുക, വിഘടനവാദം പറയുക, രാഷ്ട്രവിരുദ്ധത പറയുക, ഇപ്പൊ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പിണറായി വിജയനും സ്റ്റാലിനും. പ്രാദേശികവാദമാണ് ശ്രീ പിന്റു മഹാദേവ് ഇവിടെ പറഞ്ഞത്. കേരളത്തിന് ആശങ്കയുണ്ട്, തമിഴ്നാടിന് ആശങ്കയുണ്ട്, ആന്ധ്രയ്ക്ക് ആശങ്കയുണ്ട്, തെലങ്കാനയ്ക്ക് ആശങ്കയുണ്ട്, പഞ്ചാബിന് ആശങ്കയുണ്ട്, ഒഡീഷയ്ക്ക് ആശങ്കയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് പ്രാദേശികവാദം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഈ ആശങ്ക 1972 ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരു ആശങ്കയ്ക്ക് ഒരു തരിമ്പ് പോലും, ഒരു കണിക പോലും, ഒരു അനുവാദം ഒരാൾക്കും കൊടുത്തിട്ടില്ല. അന്ന് ഇതുമായി വിഷയമുണ്ടായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധിയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ? തന്റെ കുടുംബാധിപത്യമായിട്ട് കുറെ സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റുകൾ നിലനിർത്തണം, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ ദുശാഠ്യമാണ് ഈ പറയുന്ന പ്രതിസന്ധി. രാജ്യത്ത് ചലനാത്മകമായിട്ട് രാജ്യം മുന്നോട്ട് പോവുകയാണ്, പരിവർത്തനം ഉണ്ടാവുകയാണ്. അത് എല്ലാ മേഖലയിലും പരിവർത്തനം ഉണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ പറ്റാവുള്ളൂ. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ടോ കർണാടകവുമായി ബന്ധപ്പെട്ടോ തെലുങ്കാനയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ഒരു സീറ്റ് പോലും കുറയില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ പിന്നെ അത് എത്രമാത്രമെന്ന് കൂടി ഉറപ്പാക്കാൻ കഴിയണ്ടേ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതിൽ വ്യക്തത തേടി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജോൺ ബ്രിട്ടാസ് എം പി മണ്ഡല പുനർനിർണ്ണയം നടപ്പാക്കിയാൽ ദക്ഷിണേന്ത്യയിൽ ലോക്സഭയിൽ നിലവിലുള്ള ആനുപാതിക പ്രാതിനിധ്യമായി 24% ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിനനുസൃതമായിക്കൊണ്ട് ജനസംഖ്യയുടെ എല്ലാ സാങ്കേതിക വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വിഭജനം ഉണ്ടാവുക. അതിന് ഡീലിമിറ്റേഷൻ കമ്മിറ്റി അതിലേക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമോ? അങ്ങനെ സീറ്റ് കുറയില്ല എന്ന് പറഞ്ഞ അമിത്ഷയ്ക്ക് ആനുപാതിക പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ പോകുന്നത്? അല്ല, ജനസംഖ്യ ആനുപാതികമാണല്ലോ. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ജനസംഖ്യക്ക് അനുസരിച്ചാണ് മേഡം. നമ്മുടെ സിസ്റ്റം അതാണ്. അതല്ല ജനാധിപത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ജനസംഖ്യ അനുപാതികമായിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നോക്കൂ. ഇപ്പൊ കാസർഗോഡ് ജില്ലയ്ക്ക് എത്ര MLA-മാരുണ്ട്? അത്ര MLA-മാരോട് മലപ്പുറം ജില്ലയ്ക്കുള്ളത്, അത്ര MLA-മാരോട് തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. കേരളത്തിൽ ഈ മാനദണ്ഡമൊക്കെ ബാധകമാക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾ കേന്ദ്രം ഈ രീതിയിലൊരു മാനദണ്ഡം വരുമ്പോൾ അത് പ്രശ്നവും ഇവിടെ പ്രശ്നമല്ല എന്ന് പറയുന്ന ഔചിത്യം എന്താണ്? അതിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുകയല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആശങ്ക, ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള നിലനിൽപ്പിന് വെല്ലുവിളിയാണ് എന്ന തരത്തിലുള്ള ആശങ്കകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അവരെ കേൾക്കണ്ടേ? അവർക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് പഠിക്കണ്ടേ? അതിനെന്താണ് സമവായത്തിന്റെ മാർഗം എന്നത് തേടണ്ടേ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടന കൂടിയാണ് ശ്രീ പ്രിന്റു നമ്മളുടേത്. ഉണ്ടല്ലോ. ഈ ബോഡിക്കകത്ത് ഉപദേശക സമിതി അംഗങ്ങളായിട്ട് വരുന്നത് MP-മാരാണ്, നിലവിലെ MP-മാരാണ്. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ജുഡീഷ്യറി അംഗങ്ങളുണ്ട്. അല്ലാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമം പാസാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുകയല്ല. ഇത് കൃത്യമായ ഒരു പ്രോസസ്സിംഗിന് വിധേയമായിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ വരിക. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആശങ്ക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നോക്കൂ. മലപ്പുറം ജില്ലയിൽ 16 MLA-മാർ കോൺസ്റ്റിറ്റ്യുൻസികൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ഈ ആശങ്ക പ്രകടിപ്പിക്കാഞ്ഞത്? 12-ൽ നിന്ന് 16-ലേക്ക് മലപ്പുറം ജില്ല മാറിയ സമയത്ത് പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയം കുറഞ്ഞപ്പോ ഈ പറയുന്ന ആശങ്ക ഒന്നും ഒരാൾക്കും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ജനസംഖ്യ കൂടിയിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആശങ്കപ്പെടുന്നതിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഉത്തർപ്രദേശിൽ ജനസംഖ്യ കൂടുന്നു, ബീഹാറിൽ കൂടുന്നു, അതൊക്കെ BJP-ക്ക് അനുകൂലമായ സീറ്റുകളായി മാറുമോ എന്നുള്ള ആശങ്കയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ബ്ലണ്ടറാണ്. സത്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ സീറ്റുകൾ വിഭജനം വരിക, ബീഹാറിലെ പ്രദേശങ്ങളിൽ വരിക. അപ്പൊ അതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബംഗാളിലെ പ്രദേശങ്ങളിൽ വരിക. അപ്പൊ ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിഭജനത്തിന്റേതാണ്, വിഘടനവാദത്തിന്റേതാണ്. കാരണം സ്റ്റാലിന് പഴയതുപോലെ തമിഴ് വാദങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കണം, തമിഴ് വാദം പഴയതുപോലെയൊന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പൊ അപ്പോഴാണ് സ്റ്റാലിൻ സ്വാഭാവികമായിട്ട് പുതിയ വാദവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് തമിഴ് വാദം ഭാഷാ നയത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധം ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന കാര്യം മറക്കരുത്. ഞാൻ പ്രിന്റുവിലേക്ക് തിരിച്ചു വരാം.